വെൽക്കം വെൽക്കം. തെസ്നീത നമസ്കാരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേർ ഈ വേദിയിൽ വന്ന് നമ്മളുടെ ചെറിയ ആദരവൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ചില ആളുകൾ വരുമ്പോൾ അത് അവരെക്കാൾ കൂടുതൽ നമ്മളുടെ പരിപാടിക്കുള്ള ഒരു ആദരവാണ്. അവരുടെ സാന്നിധ്യം തന്നെ നമ്മുടെ പരിപാടിക്കുള്ള ഒരു ആദരവാണ്. അത്തരത്തിലൊരാളാണ് തെസ്നീത. മിമിക്രിയുടെ ആരംഭകാലം മുഴുവൻ മിമിക്രിയിൽ ഒരു സ്ത്രീ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആണ് പെൺവേഷം കിട്ടുകയുള്ളൂ. ജുബയുടെ മുകളിലൊരു ഷോൾ എടുത്തിട്ട് പെണ്ണാവും. പിന്നെ കുറച്ചുകൂടെ നല്ല പെൺവേഷങ്ങൾ വന്നു. എന്നാൽ എന്റെ അറിവിൽ സധൈര്യം ഇത്രയധികം ആളുകളുള്ള ഒരു മേഖലയിൽ വന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തി വന്ന ഒരു ഹാസ്യ കലാകാരി തെസ്നീതയാണ്. തെസ്നീതയാണ് അത് തുടങ്ങിയത്, അതിലൊരു സംശയവുമില്ല. പിന്നെ സിനിമകൾ എടുത്തു കഴിഞ്ഞാല് മലയാള സിനിമ എന്നും എക്കാലത്തും എണ്ണുന്ന മികച്ച ക്ലാസിക്കുകൾ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ. എനിക്ക് ഗോഡ് ഫാദറിൽ ഇല്ലേ, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ഓടി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കാലം ഓടിയ സിനിമ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയ സിനിമ ഗോഡ് ഫാദർ ആണ്. 425 ദിവസം കണ്ട് തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അതില് ഭാഗമാണ് വൈശാലി പോലെയുള്ള ചിത്രത്തില് ആ വള്ളം തുഴഞ്ഞു പോകുന്ന പാട്ടിലും അല്ലാതെയും വൈശാലിയുടെ തോഴിമാരില് തെസ്നീതയുണ്ട്. ഡെയ്സിയിലുണ്ടോ ചേച്ചി? ഡെയ്സി എന്ന് പറയുന്ന 88 ഡെയ്സി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമകള് ഗോഡ് ഫാദർ, വൈശാലി, ഡെയ്സി, ഇങ്ങനെ നമ്മള് ഒരു പ്രൊഫൈൽ എടുത്താൽ പറഞ്ഞു പോകുന്ന സിനിമകളെല്ലാം മലയാള സിനിമയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സിനിമകളാണ്. ആ സിനിമകളുടെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ തെസ്നീത എന്ന് പറയുന്നത്. നമ്മള് ദിലീപേട്ടൻ, നാദിർഷ ആ സംഘത്തിലാണ് തെസ്നീതയുടെ തുടക്കം എന്ന് പറഞ്ഞെങ്കിലും അവർക്കൊന്നും കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ തെസ്നീതയ്ക്കുണ്ട്. ഇപ്പോ പത്മരാജൻ സാറിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ദിലീപേട്ടന് പറ്റിയിട്ടില്ല അല്ലേ? ഞാൻ വന്ന സമയത്ത് പടങ്ങളിലാണ് ഉണ്ട്. 3-ാം പക്കത്തിലില്ലേ ഞാൻ ഗന്ധർവൻ. അപ്പൊ വീണ്ടും അതൊക്കെ ഒരു ഫ്രണ്ട് വന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. അതൊക്കെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ദിലീപേട്ടൻ ആദർശം ഇത് ചെയ്തിട്ടില്ലല്ലോ, അന്ന് തെസ്നീതയല്ലേ അത് ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞത് പത്മരാജൻ ചിത്രം, ഒരു ഭരതൻ ചിത്രത്തിൽ അഭിനയിക്കുക, ഇത്രയും പറഞ്ഞ ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ അഭിനയിക്കുക, അത് കഴിഞ്ഞിട്ട് അഭിനേതാവ് എന്നുള്ള നിലയിൽ നിന്ന് തമാശയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തമാശകൾ അതങ്ങനെ എഴുതി വായിച്ചാൽ പെട്ടെന്ന് ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയില് കന്യക എന്ന് പറയുന്ന കഥാപാത്രം, ഇതൊക്കെ എനിക്ക് അപ്പൊ ഒരു മൂഡുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടൊരു പോകുന്ന സീൻ തിയേറ്ററിൽ എന്തൊരു കൈഡിയായിരുന്നു ഇത് ചെയ്തിട്ടെന്നറിയാമോ? അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ മമ്മൂക്കയുടെ തൊട്ടടുത്ത് പോയി നിന്നും മമ്മൂക്കനെ വെല്ലുവിളിച്ചിട്ട് പോകുന്ന ഒരു വേഷം ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്ര വേഷങ്ങൾ, എത്ര സിനിമ കഴിഞ്ഞു തെസ്നീത? ഏകദേശം 100-ലധികം സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട്. 150 സിനിമ കഴിഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ പരമ്പരകളുണ്ട്. എവിടെ കൊണ്ട് നിർത്തിയാലും, ഒരു ടിവിയിലെ കോമഡി ഷോ ആയിക്കോട്ടെ ഓക്കെ, സ്റ്റേജിലായിക്കോട്ടെ ഓക്കെ, സിനിമ ആയിക്കോട്ടെ ഓക്കെ, എവിടെ കൊണ്ട് നിർത്തിയാലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണ് തെസ്നീത. ആ കാലഘട്ടത്തിലെ ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ പത്മരാജൻ, ഭരതൻ കാലഘട്ടത്തിലെ തെസ്നീതയുടെ ആ സമയം എന്ന് പറയുന്നത് സിനിമയിൽ എങ്ങനെയെങ്കിലും മുഖം കാണിക്കുക, ഒന്ന് വെറുതെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം എന്നൊന്ന് ആഗ്രഹിച്ചു വന്നതല്ല സത്യം പറഞ്ഞ. ഡെയ്സി എന്ന് പറഞ്ഞ മൂവി ചെയ്ത് കഴിഞ്ഞപ്പോ കൊള്ളാലോ, സ്കൂൾ സ്റ്റുഡന്റ് ആണ്, ലൗഡേലി സ്കൂളാണ്, പ്രതാപ് ബോത്തനാണ് ഡയറക്ടർ. പിന്നെ അശോക് കുമാർ, വലിയ ക്യാമറമാൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്യാമറമാൻ അശോക് കുമാർ, പുള്ളിയാണ് ക്യാമറമാൻ. പിന്നെയാണെങ്കിൽ സിനിമയിലെ ഏറ്റവും വലിയ ലെജൻസ് തന്നെ പറയാം, പ്രൊഡ്യൂസേഴ്സ് BBK മേനോൻ, ഹരി പോത്തൻ, ഇവരൊന്നും സത്യത്തിൽ നമുക്ക് അങ്കിളെന്നൊക്കെ വിളിച്ച് നടക്കുന്ന സമയമാണ്. നമുക്കറിയില്ല ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. ഇവരുടെ മുമ്പിലൊക്കെ ഇങ്ങളെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു പോകും. ഇപ്പൊക്കെ കണ്ട ഇങ്ങനെ നിൽക്കും നമ്മള്. അപ്പൊ പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെയാണോ പണ്ട് വർക്ക് ചെയ്തത്? പിന്നെ 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 കുറെ പടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭരതൻ സാറിന്റെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോഴോ ഇവരൊക്കെ ഇത്ര വലിയ ആൾക്കാരാണല്ലേ എന്ന്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ അത്ര വലിയ ആൾക്കാരാണ് എന്ന് പറയുന്ന പോലെ ഞങ്ങള് പക്ഷെ വരുമ്പോ തെസ്നീതയൊക്കെ എത്ര വലിയ ആളാണെന്ന് അറിഞ്ഞു തന്നെയാണ് വരുന്നത്. ഞാനൊക്കെ വരുന്ന തുടക്കത്തില് തെസ്നീത ഈ പറഞ്ഞ പ്രൊഫൈലൊക്കെ ഉള്ള ഒരാളാണ്. നമ്മൾ വരുമ്പം ആദ്യ കാലങ്ങളിലൊക്കെ തെസ്നീതയായിട്ടുള്ള പരിപാടികള്, TV പരിപാടിയുടെ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നും പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ആളുകളോടൊരു പെരുമാറ്റവും, ഒപ്പത്തിനുള്ള ആളോടൊരു പെരുമാറ്റവും, വലിയൊരാളോടൊരു പെരുമാറ്റവും അങ്ങനെയുണ്ട്. ഈ ഭരതൻ സാറിനെ കണ്ടപ്പോ എന്താ സാറേ എന്ന് പറഞ്ഞ് പോയെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമ്പോഴൊക്കെ തെസ്നീതയ്ക്ക് എല്ലാവരോടുമുള്ള പെരുമാറ്റമൊക്കെ ഒരുപോലെ തന്നെയാണ്. അത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വരുന്ന സമയത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പൊ തെസ്നീത
തെസ്നീത്ത വന്ന സമയത്തെ കുറിച്ച് പറഞ്ഞ പോലെ ഞാനൊക്കെ വരുമ്പം തെസ്നീത്ത വലിയ ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒന്നിച്ച് പല കോമഡി പരിപാടികളൊക്കെ ചെയ്യുമ്പം അത് ഞാൻ കുറച്ച് മുമ്പ് സീനിയർ ആണ്, ഒരുപാട് വയസ്സിന് മൂത്തതായതുകൊണ്ട് തോന്നാണ് വലിയ ആർട്ടിസ്റ്റാണ്. വലിയ ആർട്ടിസ്റ്റ് ഇപ്പോഴും ആയിട്ടില്ല. വലിയ ആർട്ടിസ്റ്റാണ്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു സ്കിറ്റ് ചെയ്താ വിറക്കുന്ന ആളാ ഞാൻ. ഇപ്പോഴും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഡയലോഗ് മറക്കോ, ഈ പിഷു ആണല്ലോ കൂടെ, ഇത് പിന്നെ മോനാണല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അത് വേണം നമുക്ക് എപ്പോഴും. നമ്മളുടെ ഇപ്പോഴും ABCD ആയിട്ടില്ല സത്യം പറഞ്ഞാല്. അങ്ങനെ നിക്കണം നമ്മൾ ഇപ്പോഴും. എല്ലാം തികഞ്ഞിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ചെറിയ റോളുകൾ അന്ന് ക്ഷമിച്ചും അന്ന് സഹിച്ചും ഒക്കെ നിന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും ഇങ്ങനെയല്ല, അന്നത്തേനേക്കാൾ കൂടുതലെന്ന് വേണേൽ പറയാവുന്ന അവസ്ഥ തന്നെയാണ്. 2000-ന് ശേഷം കാര്യത്തിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടിയും സിനിമയിലൊന്ന് സജീവമായത്. ഒരുപാട് സിനിമകൾ അതിനുശേഷം ചെയ്തിട്ടുണ്ട്. തെസ്നീത്തയെ പറ്റി പറയുമ്പോൾ തെസ്നീത്തയുടെ വാപ്പ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം വലിയൊരു മജീഷ്യൻ ആയിരുന്നു. അലിഖാൻ എന്നല്ലേ, പ്രൊഫസർ അലിഖാൻ എന്ന് പറയുന്ന മജീഷ്യൻ ആയിരുന്നു. ഉമ്മ ഞങ്ങളുടെ കൂടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പരിപാടിക്കൊക്കെ ഉണ്ട്. ഉമ്മ ഒരു കഥാപാത്രമാണ്. കാരണം ഉമ്മ ഒരാളെയും അയാളുടെ പേര് വിളിക്കില്ല. പേര് തെറ്റിച്ച് വിളിക്കുന്നതിന്റെ ഹൈലൈറ്റ് ആണ് പുള്ളിക്കാരൻ എല്ലാരെയും. അതായത് ഗിന്നസ് പക്രുവിനെ ഗിന്നസ് കുക്കുംബർ എന്നാണ് വിളിക്കുന്നത്. അത് തമാശക്കല്ല, തെറ്റി വിളിക്കുള്ളൂ. ടിനി ടോമിനെ റിമി ടോമിനെ ടിനി ടോം എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ പിഷാരടി എന്നല്ല വിളിക്കുന്നത്, ശങ്കരാടി എന്ന് വിളിക്കുന്നത്. ശങ്കരാടി വന്നോ എന്നൊക്കെ ചോദിക്കും. ഈ ഇടയ്ക്ക് നടൻ സിദ്ദിഖയുടെ മോന്റെ കല്യാണത്തിന് നിൽക്കുമ്പോൾ ടൊവിനോ വന്നപ്പോ നൊവേന വന്നോ എന്ന് ടൊവിനോനെ പറ്റി ചോദിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാ സാറിനെ ഒരിക്കൽ ബ്രിട്ടാനിയ ഡിക്രൂസ് എന്ന് വിളിച്ച ആളാണ്. അങ്ങനെയൊക്കെ വിളിക്കുന്ന. ഇപ്പം സിദ്ദിഖ് സാറിന്റെ മോന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ TG രവി സാർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒക്കെ വളരെയധികം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണല്ലോ TG രവി സാറ്. അപ്പൊ ഞാൻ സാറ് സുഖാണോ എങ്ങനെ ഇരിക്കുന്നു, അപ്പൊ തന്നെ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് എന്റെ മമ്മി പറഞ്ഞത് അറിയാലോ. മമ്മി എന്നിട്ട് TG രവി സാറിനെ എന്റെ പൊതുവാൾ ഇങ്ങനെ വയസ്സായല്ലോ, നന്ദു പൊതുവാൾ എന്ന് പറഞ്ഞ നന്ദു പൊതുവാളിന് വയസ്സായല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ചില കാര്യങ്ങളില് തെസ്നീത്തയുടെ അമ്മ ഒരു അത്ഭുതമാണ്. കാരണം ഒരു TV പരിപാടിയുടെ ഷൂട്ടിങ്ങിന് പോകാൻ രാവിലെ കാറ് വിട്ടിട്ട് ഞാൻ കയറി, ധർമ്മജൻ കയറി, ഇനി തെസ്നീത്തയും കൂടി കാറ് കയറിയിട്ട് വേണം നമുക്ക് ഷൂട്ടിങ്ങിന് പോകാൻ. അപ്പൊ കാർ തെസ്നീത്തയുടെ വീടിന് മുന്നിലെത്തിയപ്പോ തെസ്നീത്തയുടെ ഉമ്മ ആത്തുണ്ട്. ഞങ്ങൾ പുറത്ത് ചെന്നിട്ട് ധർമ്മനും ഞാനും കൂടെ പഴയ പ്ലാസ്റ്റിക് ചെരുപ്പ് കുപ്പി പാത്ര കൊടുക്കാനുണ്ടോ ഈ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് പറഞ്ഞു. കൊടുക്കാനുണ്ടോ ഇല്ല. സാധാരണ ഒരു 10 പ്രാവശ്യം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആരായാലും ഡോറ് തുറന്നു നോക്കി ആരടാ കുറെ നേരം ആയാലും ചോദിക്കില്ലേ. 20 പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മോളെയും കൊണ്ട് പോവാണെന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞാ നിങ്ങളുടെ മോളെയും കൊണ്ട് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആരാ എന്റെ മോളെ കൊണ്ടുപോകുമ്പോ ഷൂട്ടിങ്ങിന് പോകാനെന്നും പറഞ്ഞ് ചാടി വന്നിട്ടുണ്ട്. ചേച്ചി ഹ്യൂമർ ക്യാരക്ടർ ചേച്ചി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ ഏതെങ്കിലും? ഞാൻ സമ്മതിക്കില്ല, ഹ്യൂമറിന് അഭിനയ പ്രാധാന്യമൊക്കെ ഉണ്ട്. ഹ്യൂമറും അഭിനയിക്കുവാണല്ലോ. ഹ്യൂമർ ഇല്ലാത്ത വേഷം ഹ്യൂമർ തീരെ ഇല്ല. പക്ഷെ ആൾക്കാർ ചിരിച്ചോ ഇല്ലെന്ന് അറിയില്ല. അത് ട്രിവാൻഡ്രം ലോഡ്ജാണ്. ഞാൻ ജീവിക്കുക പോലെ ആയിരുന്നു അതിൻ്റെ അകത്ത്. അത് സത്യത്തിൽ ആ ഒരു കന്യകാമേനോന്റെ ജീവിതമാണ്. സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടാണ് കന്യകാമേനോൻ അങ്ങനെ പോണത്. ലാസ്റ്റ് കന്യകാമേനോൻ രക്ഷപ്പെടും, കാറായി. അപ്പോഴാണ് ജയസൂര്യ അറിയുന്നത് ബാക്കിൽ ഭർത്താവ് ഉണ്ട്, പുറകിൽ കാണിച്ചു കൊടുക്കുന്നത്. പുള്ളിക്ക് കാറിന്റെ പുറകിൽ പുള്ളിനെ ഇരുത്തി ഞാൻ ഭയങ്കര സെറ്റപ്പായിട്ട് പോകുമ്പോഴാണ്. അപ്പം അതൊരു നല്ലൊരു പക്ഷെ ആ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പോസ് ഒന്നും ചെയ്യാത്ത, സാധാരണ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പോസ് ഒക്കെ ചെയ്തിട്ടല്ലേ ആർട്ടിസ്റ്റുകൾ റെഡിയാവാ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതില് ചുരിദാറൊക്കെ ഇട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കന്യകാമേനോനായിരുന്നു. അതിൽ കൂടുതലും അഭിനയിക്കാനായിരുന്നു പ്രാധാന്യം. അതിനകത്ത് അങ്ങനെ തിരികെ കയറ്റിയ കഥാപാത്രം അല്ല അത്. അതൊരു ഉള്ള കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തെസ്നീത്തയുടെ വേറെ കാര്യം, നമ്മൾ ഷോയ്ക്കൊക്കെ പോയ വല്ല വീടുകളിലൊക്കെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളെ ആദ്യം കയ്യിലെടുക്കുക തെസ്നീത്തയായിരിക്കും. കാരണം തെസ്നീത്തയ്ക്ക് ചെറിയ ചില മാജിക് ഐറ്റംസ് ഒക്കെ അറിയാം. ചില 50 പൈസ എടുത്തു ഇങ്ങനെ വെച്ച് കാണാണ്ട് പോയി, എന്നിട്ട് 50 പൈസ പിന്നെ എടുത്തു കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഫാദർ മജീഷ്യൻ ആയതുകൊണ്ട് ചെറുപ്പം മുതലേ മാജിക് ഒക്കെ അറിയാം. കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുകയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ മാജിക് എടുത്തിട്ടില്ല. ഇതുപോലെ നിങ്ങളെ രസിപ്പിക്കാൻ എന്തെങ്കിലും ചെറിയ ഐറ്റം ഒക്കെ ചെയ്യാന്നല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ കുറെ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് നമ്മളിതിൽ മുതലിറക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അസിസ്റ്റൻസ് വേണം, ലൈറ്റ്സ് ഭയങ്കര ലൈറ്റ് വേണം, അങ്ങനെ ഭയങ്കര സെറ്റപ്പ്, മ്യൂസിക്, അങ്ങനെ. അതുകൊണ്ട് ഒരിക്കലും ആ മാജിക് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുക. കാരണം മാജിക് കൊണ്ട്
ഒന്നും നേടിയിട്ടില്ല എൻ്റെ ഫാദർ. മാജിക് ആയിരുന്നു എല്ലാം മരണം വരെ. അപ്പം ഒന്നും മാജിക് കൊണ്ട് നേടാത്ത ഒരാളുടെ മോളാണ് ഞാൻ ഈ അഭിനയം കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നത്. ഇപ്പം മാജിക് പ്രൊഫഷനായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ചേച്ചി ചെറിയ ചെറിയ മാജിക് പെർഫോമൻസുകൾ സ്റ്റേജിൽ ചെയ്തിട്ടുള്ള കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മാജിക് മാത്രമാണോ, ഡാൻസും ചെയ്യില്ലേ? ഡാൻസ് എവിടെ ചെന്നാലും 4 കാലിൽ വീഴണല്ലോ. അപ്പൊ ഒന്ന് പാട്ടോ ഡാൻസോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും പാട്ട് ഡാൻസ്. അത് കൊച്ചിൻ കലാഭവനിലെ ഡാൻസർ ആയിരുന്നു ഞാൻ. അത് ട്രൂപ്പിലുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ ഒരുപാട് നാള്. ജയറാമേട്ടൻ, ഞാന്, സൈനുക്ക, പ്രസാദേട്ടൻ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രോഗ്രാമിന് പോവാറുള്ളത്. അപ്പൊ അവിടുത്തെ ഡാൻസിന്. ചേച്ചി ആദ്യം സിനിമയിലേക്കാണോ വന്നത് അതോ ഈ ഹാസ്യകലാവേദികളിലേക്കാണോ, കലാഭവനിലേക്കാണോ? ഫസ്റ്റ് സിനിമയാണ്. ബിക്കോസ് സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ചെറുപ്പമാണ് ആ സമയത്ത്, ഭയങ്കര കുഞ്ഞായിരുന്നു ആ സമയത്ത്. 14 വയസ്സ് വന്നാണ് നമ്മള് പത്മരാജന്റെ പടത്തിൽ അഭിനയിച്ചു, ഭരതൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോ ഒന്നും പറഞ്ഞ് മറ്റേ ഇല്ല, അതിലൊക്കെ വളരെ ചെറുപ്പക്കാരിയാ. അതെ അതെ അതെ. അപ്പൊ മിമിക്രി ചെയ്യാറുണ്ടോ? മിമിക്രി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ആരെയും അനുകരിക്കില്ലായിരുന്നു, സൗണ്ട് ഒന്നും എടുക്കില്ല, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് കുറെ കഥാപാത്രങ്ങളാവും. അതായത് അരിശ്രീ അശോകന് ഞാൻ എപ്പോഴും മിമിക്രിയിൽ അമ്മൂമ്മയും അപ്പൂപ്പനെ ആവുള്ളൂ, നരിയൊക്കെ ഇട്ടിട്ട്. ആ ഒരു സ്കിറ്റ് തന്നെ മോളും ഞാൻ തന്നെയാണ്. ആ സ്കിറ്റിൽ തന്നെ ആരുടെങ്കിലും ഒരാളുടെ ഭാര്യയും ഞാൻ തന്നെയാണ്. അങ്ങനെ മാറി 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 ചെയ്യുള്ളൂ. പിന്നെ ഇപ്പൊ കുറെ നാൾക്ക് ഇങ്ങോട്ട് ഷീലാമ്മ, അതായത് ഷീലാമ്മയുടെ കൂടെ ഞാൻ മിസ്റ്റർ മരുമകൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അപ്പൊ ഷീലാമ്മയുടെ കുറെ മാനറിസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ഷീലാമ്മയുടെ സൗണ്ട് ഒക്കെ ഇടക്ക് ആരെങ്കിലും പറഞ്ഞാലൊക്കെ ഒന്ന് എടുക്കും. ഞാനും ഒരാൾ ആരെങ്കിലും പറഞ്ഞാൽ എടുക്കും പറഞ്ഞല്ലോ. അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കർജമ്മ, എന്റെ കർജമ്മ, കർജമ്മ, എന്റെ കൊച്ചു മുതലാളി, ഇവിടെ നിക്കില്ലേ, തുറക്കാര് കണ്ടാ പിന്നെ പ്രശ്നമാകും, അങ്ങ് പോ. അങ്ങനെ പറയില്ലേ കർജമ്മ. കർജമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കിടന്ന് പാടി 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 വലിയൊരു ഗായകനാവും കർജമ്മ. എന്റെ കൊച്ചു മുതലാളി, അങ്ങ് പോ. തുറക്കാര് കണ്ടാ പിന്നെ പൊറുക്കൂല, പോ പോ. പഴയ ഷീലാമ്മയുടെ ശബ്ദമാണിത്. ഇപ്പം അനുകരിക്കുന്നവരെല്ലാരും ഷീലാമ്മയ്ക്ക് ഇതൊന്നും മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ടോണിൽ ഇപ്പം നമ്മളെ കണ്ടാ വിളിക്കാം ഹൈറ്റേ സുഖാനോ എന്ന്, അങ്ങനെ ഒരു ടോണാണ്. പണ്ട് ഒരു ഇതൊക്കെ ഉണ്ട്. അതാണ്. ഇപ്പം പണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ദീർഘശ്വാസം വിടലും താഴ്ത്തോട്ട് ഇറക്കലും ഒക്കെയാണ് പണ്ട്. അങ്ങനെ ഒരു മാറ്റം വളരെ ഗംഭീര. ഞാൻ തെസ്നീത്ത് അനുകരിക്കുന്ന ആദ്യമായിട്ട് കാണുകയാണ്. നന്നായോ? അടിപൊളി, ഗംഭീരമാണ്. ഇനി എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി തെസ്നീത്ത് കൈവച്ച്. അപ്പൊ ഇനി ചെറിയൊരു ട്രിക്ക്, ഇത് കുട്ടികൾക്കൊക്കെ രസമുള്ളൊരു കുഞ്ഞു സാധനമാണ്. പക്ഷെ ഈ മാജിക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ആർട്ടാന്ന് എല്ലാവർക്കും അറിയാം, ഏത് ഭാഷക്കാർക്കും മനസ്സിലാവുന്ന ഒരു ആർട്ടാണ് ആണ് മാജിക്. മാജിക്കിന്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ഇഷ്ടമില്ലാത്തൊരു സംഗതി വേറെ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ട്രിക്ക്. ആർക്കും പറഞ്ഞു കൊടുക്കരുത്. മാജിക് ചെയ്യുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും ഈ ട്രിക്ക് പാളി പോയിട്ടുണ്ടോ? എനിക്ക് പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് അൽനാസറിൽ വെച്ചിട്ട്, ദുബായിൽ. അത് ബാലേന്ദ്രമേനോൻ ഷോ ആയിരുന്നു, സംതിങ് സ്പെഷ്യൽ എന്നാണ് ഷോയുടെ പേര്. അപ്പൊ ഞാൻ മാജിക് ആണ് ചെയ്യുന്നത്. അന്ന് ഞാൻ അത്ര വലിയ തസ്നീക എന്ന് പറഞ്ഞ അറിയാനല്ല, പ്രൊഫസർ അലിഖാന്റെ മോളിന്ന് ദുബായിൽ എല്ലാവരും അറിയുള്ളൂ. കാരണം ഉപ്പച്ചി അവിടെ ഒരുപാട് മാജിക് ഒക്കെ നടത്തിയതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് അൽനാസർ എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇങ്ങനെ ബാൽക്കണിയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അവിടുത്തെ ഒരു പാകിസ്ഥാനിയാണ് ലൈറ്റൊക്കെ ശരിയാക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഡാൻസിങ് സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഒരു സ്റ്റിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എറിയും, ആ സ്റ്റിക്ക് അങ്ങനെ വായുവിൽ നിൽക്കും. പിന്നെ നമ്മൾ ഡാൻസ് ചെയ്യുന്ന അനുസരിച്ച് ഈ സ്റ്റിക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യും. ഭയങ്കര രസമാണ്. അത് ഒരു ലൈറ്റ് ഒക്കെ കുറച്ച് ഡിമ്മാക്കിയിട്ടാണ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ആദ്യമേ പാകിസ്ഥാനി അയാളോട് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഡിമ്മാക്കണം ഈ ഐറ്റം. ബീനയാണ് എൻ്റെ അസിസ്റ്റന്റ്. ബീന ട്രെയിൻ കൊണ്ടൊക്കെ ഇങ്ങനെ വരും. ഞാൻ ശൂന്യതയിൽ നിന്ന് ഒക്കെ എടുക്കുന്ന ടോൾസ് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ബീനയാണ് വന്നിട്ട് ട്രെയിൽ വന്നിട്ട് അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറ്. ബീന ആന്റണി കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബീന വന്ന് നിൽക്കും. ബീന ഭയങ്കര ഷൈനിട്ട് മാജിക് അല്ലേ, ഭയങ്കര ഗമയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാണ്. ഡാൻസിങ് സ്റ്റിക്ക് തുടങ്ങി, മ്യൂസിക് ഇട്ടു, എല്ലാ ആൾക്കാരൊക്കെ ഭയങ്കര കയ്യടി. സ്റ്റിക്ക് ഞാനിങ്ങനെ എറിഞ്ഞു, സ്റ്റിക്ക് അവിടെ നിന്നു, ഭയങ്കര കയ്യടി. അപ്പൊ സമാധാനം. അപ്പൊ ബീന ഞാൻ മേറ്റ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ തുടങ്ങിയപ്പോ പാകിസ്ഥാനിക്ക് ഇത് ഭയങ്കര അത്ഭുതമായി തോന്നി. ഇയാൾ ലൈറ്റൊക്കെ കൂടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് ബാൽക്കണിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി നൂലുണ്ടെന്ന്. നൂല് കാണുന്നടാ, നൂലാണോ? ലാസ്റ്റ് പിന്നെ വേഗം അത് വലിച്ചെടുത്തു. ഞാൻ ഓടി. പിന്നെ നോക്കുമ്പോ ഇവളെ കാണുന്നില്ല, ഇവള് ഓടി.
ചേച്ചി സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ല ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നേ, അത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ പറ്റില്ല. ഇത്ര അടുത്ത് നിന്നിട്ട് മനസ്സിലായില്ലല്ലോ. അതാണ് മാജിക് എന്ന് പറയുന്നത്. ചേച്ചി അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല.